പ്രിയമുള്ളവരെ, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസർ സുനിൽകുമാർ. ഇപ്പോഴും ലൈഫ് ഇൻഷുറൻസ് പണമടയ്ക്കുന്നത് നഷ്ടമാണെന്ന് കരുതി ഇൻഷുറൻസ് എടുക്കാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്പാനിൽ, നമ്മുടെ ആ ഡ്യൂറേഷനിൽ നമുക്കെന്ത് സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒരു ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണോ മെച്യൂരിറ്റി പീരീഡിൽ പൈസ വാങ്ങാൻ വരുന്നത്, അല്ലെങ്കിൽ ക്ലെയിമിന് ശേഷം നോമിനിയാണോ പണം വാങ്ങാൻ വരുന്നത്, രണ്ടും നമുക്കറിയില്ല. ഏതായിരുന്നാലും ഒരു നോമിനിയുടെ കേസ് മാത്രം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു നോമിനി പോലും ഇന്ന് വരെ ഞങ്ങൾ അടച്ചിട്ടുള്ള ഇൻഷുറൻസ് തുകയേക്കാൾ വളരെ കുറവാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രം ഇല്ല. ഇപ്പം ഇൻഷുറൻസിന് പകരം വയ്ക്കാൻ പറ്റിയ വേറൊരു ടൂൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ വിഷയം അവിടെ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടിക്കുഴയ്ക്കുന്നത് കൊണ്ടാണ്. ഇൻഷുറൻസ് വേറെ സെക്ടർ, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ സെക്ടറാണ്. ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇൻഷുറൻസ് അടയ്ക്കുന്നത് നഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഇൻഷുറൻസ് വഴിയുണ്ടാകുന്ന ലോസ് ഇൻവെസ്റ്റ്മെൻറ്റിന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി വന്നു, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു, അത്തരത്തിലുള്ള സംഭവങ്ങൾ, ലോസുകൾ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ വീണ്ടെടുക്കാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഷുറൻസ് തന്നെ ടൂളുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.